എല്ലാവർക്കും സ്വാഗതം. മനുഷ്യരെല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ അവരത് അവരുടെ വാക്കിലൂടെ നമ്മളോട് പറഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അവരുടെ ചില പെരുമാറ്റ രീതികളിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും അവർക്ക് നമ്മളെ യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഇഷ്ടമില്ലാത്തവർ കാണിക്കുന്ന 7 ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ ഇഷ്ടമില്ലാത്തവർ കാണിക്കുന്ന 7 ബോഡി ലാംഗ്വേജസ് അല്ലെങ്കിൽ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട്, ആ വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല. ഒരു നിർവികാരമായിട്ടുള്ള മുഖത്തോടു കൂടിയായിരിക്കും നിങ്ങളെ അയാൾ എതിരേൽക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുഖം അങ്ങ് വിടർന്ന് വികസിക്കും. നമുക്ക് അയാളെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ മുഖം അങ്ങ് വിടരും. കാരണം അത്രയ്ക്ക് നമുക്ക് അയാളെ ഇഷ്ടമായിരിക്കും. എന്നാൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും അയാളുടെ മുഖം ഇത്തരത്തിൽ വിടരത്തില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. തീർത്തും നിർവികാരമായിട്ടായിരിക്കും അയാൾ നമ്മളെ സമീപിക്കുന്നത്. അയാൾ ഒരു പക്ഷെ നീ വന്നോ എന്നുള്ള രീതിയിൽ ഒരു വികാരവും ഇല്ലാതെ ആയിരിക്കും നമ്മളോട് ഇടപെടുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമായിരിക്കാം, പക്ഷെ ആ വ്യക്തിക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതാണ് അയാളുടെ ഈ ഒരു നിർവികാരമായിട്ടുള്ള മുഖം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ അയാൾ യാതൊരു താല്പര്യവും കാണിക്കത്തില്ല. നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തിയോട് നമുക്ക് അയാളുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അയാളോട് ചോദിച്ചറിയാം. അയാൾക്ക് സുഖമാണോ, അയാളെ വീട്ടിലെ ആളുകൾക്ക് സുഖമാണോ, മറ്റു ഫാമിലി മെമ്പേഴ്സിന് സുഖമാണോ, എല്ലാം നമ്മളിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒന്നും അയാൾ ചോദിക്കത്തില്ല. ഇനി നമുക്കങ്ങനെ മോശമായിട്ട് ഫീൽ ചെയ്യരുതല്ലോ എന്നോർത്ത് മാത്രം അയാൾ എങ്ങനെയുണ്ട്, സുഖമായിട്ട് പോകുന്നോ എന്ന് വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ 2 വാക്ക് ചോദിച്ചെന്നിരിക്കാം. അതിൽ കൂടുതൽ അയാൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് ചോദിക്കത്തില്ല. നമ്മുടെ ഒരു കാര്യം അറിയാൻ അയാൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശേഷങ്ങളൊന്നും അയാൾ ചോദിച്ചറിയാൻ ശ്രമിക്കത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തിക്ക് നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അതിൽ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അയാളെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ അയാളുടെ മുഖത്ത് കണ്ണും നട്ട് നോക്കിയിരുന്ന് ശ്രദ്ധിക്കും. അയാൾ പറയുന്നതിനെല്ലാം അപ്പോൾ തന്നെ നമ്മൾ മറുപടിയും കൊടുക്കും. എന്നാൽ നമ്മളോട് യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ തലചൊറിയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തികളിൽ ഏർപ്പെടും. ഉദാഹരണത്തിൽ ഫോണിലെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫോണിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അയാൾ നമ്മൾ പറയുന്നതിലൊന്നും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചോദ്യങ്ങൾക്കും അയാൾ ഒരുപക്ഷെ മറുപടി തന്നു എന്നിരിക്കത്തില്ല. അധികം മറുപടികളൊന്നും അയാൾ തരത്തില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് മറുപടി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും അയാൾ അത് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് തന്നെ അയാൾ ചോദിക്കും, എന്താ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് അയാൾ ചോദിക്കും, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും. കാരണം എന്താണ്, അയാൾ അത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അയാൾക്ക് നമ്മളോട് താല്പര്യമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അയാൾക്ക് താല്പര്യമില്ല. തന്നെയല്ല, ഒരു ഐ കോണ്ടാക്റ്റും അയാൾക്ക് നമ്മളുമായിട്ട് ഉണ്ടായിരിക്കത്തില്ല. നമ്മളോട് ശരിക്കും സ്നേഹം ഇഷ്ടമൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അയാളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ നമ്മളുടെ കണ്ണിൽ നോക്കിയിരിക്കും, നമ്മളുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കണ്ണുമായിട്ടുള്ള ഒരു ബന്ധം അയാൾക്ക് ഇല്ലെങ്കിൽ, നമ്മൾ പറയുമ്പോൾ അയാൾ വേറെ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നിങ്ങളോട് ഒരു താല്പര്യം ഇല്ലെന്നാണ്. തന്നെയല്ല, നിങ്ങൾ പറയുന്ന ഒന്നും അയാൾ ശ്രദ്ധിക്കത്തുമില്ല. ആ സമയത്ത് അയാൾ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നാലാമതായിട്ട്, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പരിഗണന മാത്രമേ നൽകുകയുള്ളൂ. ഒരു വ്യക്തി നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ മാക്സിമം അയാളെ പരിഗണിക്കാനായിട്ട് ശ്രമിക്കും. ബാക്കിയുള്ള എല്ലാവരെയും കഴിഞ്ഞും കൂടുതലൊരു പ്രിഫറൻസ്, ഒരു ഇഷ്ടവും എല്ലാം അയാൾക്ക് നമ്മൾ കൂടുതൽ കൊടുക്കും. എന്നാൽ അയാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിലോ നമ്മൾ അയാളെ ഏറ്റവും കുറച്ച് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. ഉദാഹരണത്തിന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അയാളെ ഫോണിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പോഴാണ് അയാൾക്ക് ഒട്ടും പ്രാധാന്യം അർഹിക്കാത്ത ഒരു കോള്, മറ്റാരുടെ ഒരു കോള് വരുന്നു. ഉടൻ തന്നെ നമ്മളെ അയാൾ തീരെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മളോട് അയാൾ പറയും, അതേ എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട കോള് കട്ട് ചെയ്തിട്ട് അയാൾ ഒട്ടും പ്രധാനമില്ലാത്ത മറ്റൊരാളുടെ കോൾ അറ്റൻഡ് ചെയ്യും. പിന്നെ നമ്മളെ തിരിച്ചു വിളിക്കത്തുമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് വിളിച്ചാൽ മാത്രം അയാൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അയാളുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോഴാണ് അയാൾ റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. നിങ്ങൾ ചെന്നിട്ട് അയാൾ മുഖം ഉയർത്തി നിങ്ങളെ നോക്കുന്ന പോലുമില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അയാളോട് പറയുന്നു. അപ്പൊ അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയാളോട് നിങ്ങൾ പറഞ്ഞിട്ട് പോലും അയാൾ മുഖം ഉയർത്തി നിങ്ങളെ ഒന്നും നോക്കുന്ന പോലുമില്ല. പകരം ഇടയ്ക്കൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മൂളുക മാത്രം ചെയ്യുന്നു, പ്രത്യേകിച്ചൊന്നും പറയുന്നുമില്ല. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും അയാൾ നിങ്ങളെ ഒന്ന് നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം നിങ്ങളെ കഴിഞ്ഞും പ്രാധാന്യം അയാൾ കൊടുത്തിരിക്കുന്നത് 1 മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ആ റീൽസ് വീഡിയോകൾക്കാണ്.
അപ്പൊ അതിന്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നുള്ളതാണ്. ശരിക്കും അയാൾക്ക് നിങ്ങളെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ആ ഒരു കാര്യം, അതിപ്പോ വലിയ പ്രധാനപ്പെട്ട കാര്യം ഒന്നും ആയിരിക്കണമെന്നില്ല, ഒരു ചെറിയ കാര്യം പറയാൻ പോലും നിങ്ങൾ അയാളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഉടൻ തന്നെ ആ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അയാൾ നിങ്ങളെ നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിന്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ല, താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഇനി അഞ്ചാമതായിട്ട് നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കും. നമ്മൾ നാടൻ ഭാഷ പറയാറില്ല, ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇതുപോലെ ചൊറിയുന്ന സംസാരങ്ങൾ അയാളിൽ നിന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചാണെങ്കിൽ പോലും നമ്മളെ അപമാനിക്കുന്ന രീതിയിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ ഇത്തരക്കാരെ സംസാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾക്ക് നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമോ ഇഷ്ടമൊന്നുമില്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും നമ്മളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മളെ അപമാനിച്ച് ഒന്നും സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കത്തില്ല. അപ്പൊ അങ്ങനെ അയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപമാനിക്കുന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ആറാമത്തെ കാര്യം, നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് ദേഷ്യപ്പെടും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും അയാൾ ഒരുപക്ഷെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ദേഷ്യം ഉളവാക്കുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ മാക്സിമം ദേഷ്യപ്പെടുത്തില്ല, അവരോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇറിറ്റേഷൻ തോന്നും, അപ്പം നമ്മൾ ചൂടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി നിരന്തരം ചൂടാവുന്നുണ്ടെങ്കിൽ, നിസ്സാര കാര്യം പോലും പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ വലിയ താല്പര്യമില്ല, അയാൾക്ക് നിങ്ങളോട് സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല എന്ന് തന്നെയാണ്. ഇനി ഏഴാമതായിട്ട് നിങ്ങളെ ഒരു ശല്യമായി കണ്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ കൂടെ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അയാളെ ഒഴിവാക്കണമെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അയാളെ ഒരു ശല്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എങ്ങനെയെങ്കിലും ഇയാളൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ അയാളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പല അടവും പറയും. എനിക്ക് ഇച്ചിരി തിരക്കുണ്ടാ, പോയിട്ട് പിന്നെ വാ, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഇപ്പൊ ചെയ്യാനുണ്ട് എന്നൊക്കെ പലതും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ചിലരാണെങ്കിൽ ഓക്കെ ശരിയിടാം നമുക്ക് പിന്നെ കാണാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അയാൾ പോകുന്നിടം വരെ. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അല്ലെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കും. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ആ വ്യക്തിക്ക് നമ്മളെ വലിയ ഇഷ്ടമില്ല, നമ്മളോട് വലിയ സ്നേഹമൊന്നുമില്ല, എത്രയും വേഗം നിങ്ങൾ സ്ഥലം കാലിയാക്കിക്കോ, നിങ്ങൾ എനിക്കൊരു ശല്യമാണ് എന്ന് തന്നെയാണ് അയാളുടെ ആ ഒരു ശരീരഭാഷയിലൂടെ നമ്മളോട് അയാൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോഴൊക്കെ പലരും പ്രകടിപ്പിച്ചെന്നിരിക്കാം. അത് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവരൊരു പക്ഷേ അവരുടെ മൂഡ് അത്ര ശരിയല്ലായിരിക്കാം, ഡിപ്രസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഒരു പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സങ്കടമായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവരുടെ മനസ്സിലുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ ഒരു വ്യക്തി ഈ പറഞ്ഞ 7 ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറെയെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് തരിക, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.